ഇന്നലെ രാവിലും മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിൽ എവിടെ? പൊന്മണി പൂങ്കുയിൽ എവിടെ? എവിടെ? മാപ്പിളപ്പാട്ടിന്റെ തനത് സ്വഭാവത്തിൽ മാറ്റം വരുത്തി തന്റേതായ രീതിയിൽ മനോഹരമായി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ട് കലാകാരനാണ് എം കുഞ്ഞിമൂസ. ഗൾഫ് മാധ്യമത്തിൽ ഇന്ന് നമ്മോടൊപ്പം മാപ്പിളപ്പാട്ട് വിശേഷങ്ങളും ഉപ്പയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് എം കുഞ്ഞിമൂസയുടെ മകളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസം എവിടെ? ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസം എവിടെ? രാഗസുധാരസം എവിടെ? എവിടെ? സംഗീതം പഠിക്കാതെ പാട്ട് നിർമ്മിക്കാനുള്ള കഴിവ് അത്യപൂർവം പേരിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് ഉപ്പ, അല്ലേ? നിങ്ങളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ കലോത്സവങ്ങളിലേക്ക് കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള മാപ്പിളപ്പാട്ട് തേടിയിട്ടൊക്കെ ഉപ്പയെ കാണാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ കുട്ടിക്കാല ഓർമ്മകൾ? നല്ല ഓർമ്മകൾ തന്നെയാണ്. കുട്ടിക്കാലം മീൻസ് ഉപ്പ പ്രവാസിയായിരുന്നല്ലോ. നമ്മുടെ കുട്ടിക്കാലം അത്ര ഉപ്പാന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഈ ലാസ്റ്റ് ഘട്ടം ഫുള്ള് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. പലരും തേടി വരാറുണ്ട് പാട്ട്. അപ്പോഴാണ് നമ്മൾ ഉപ്പാനെ കൂട്ടി കൂടുതലായും അറിയുന്നത് തന്നെ. ഉപ്പാന്റെ കഴിവും പാട്ടും നമ്മളും അവരോടൊപ്പം ഒന്നായിട്ട് ചേരും, എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും. മരിക്കുന്നത് വരെ റേഡിയോ സ്റ്റാറാണ്. എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? റേഡിയോ സ്റ്റാർ ഉപ്പ തലശ്ശേരി ആയിരുന്നു. ഉപ്പാന്റെ വീട് കല്യാണം കഴിച്ചിട്ടാണ് വടകരയ്ക്ക് വരുന്നത്. ഉമ്മാന്റെ വീട് വടകര. അപ്പൊ പിന്നെ തലശ്ശേരി ചുമട്ട് തൊഴിലാളിയായിരുന്നു. രാഘവ് മാസ്റ്റർ, കെ രാഘവ് മാസ്റ്റർ അവിടെ ഇപ്പൊ ഒരു പാട്ട് ഇതെല്ലാം ആയിട്ടുള്ള നടക്കുന്ന കാലമായിരുന്നു ഉപ്പ. അപ്പൊ എങ്ങനെയോ രാഘവ് മാസ്റ്റർ എത്തി. പിന്നെ അവിടെ നിന്നാണ് ഉപ്പാന്റെ വളർച്ച. പാടുന്നൊരു ആകാശവാണിയിലേക്ക് മാഷാണ് കൊണ്ടുവന്നത്. പിന്നെ ഭക്തിഗാനങ്ങള് ഉപ്പാന്റെ ഒരു പാട്ട് കേൾക്കാതെ രാവിലെ വടകരയും തലശ്ശേരിയും എല്ലാം തന്നെ രാവിലെ ഭക്തിഗാനം ഉപ്പാന്റെ റേഡിയോയിൽ കൂടെ കേട്ടിട്ടായിരുന്നു ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത്. ഇതൊക്കെ വലിയ നല്ലൊരു ഓർമ്മയാ. പിന്നെ ഇനിയും ഒരുപാട് പാട്ടുകൾ ഇനിയും ഡയറിയിൽ ഉണ്ടായിട്ടുണ്ട്, എഴുതി വെക്കും. നമ്മൾ പോകുമ്പോൾ തന്നെ എപ്പം പാട്ടിനെ പറ്റിയാണ് പറയുന്നതും ചർച്ച ചെയ്യുന്നതും. ഇരിക്കും, ഇരുന്ന് സംസാരിക്കും 2 മണിക്കൂറോളം. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാ ഉപ്പ. അങ്ങനെയെല്ലാം കുറെ ഓർമ്മകള്. പള്ളിമിനാരത്തിൽ നിന്നും പറക്കുന്ന വെള്ളിപ്പിരാവുകളെ. മാപ്പിളപ്പാട്ടിലെ കിരീടം വെക്കാത്ത സുൽത്താനാണ് എം കുഞ്ഞിമൂസ. യാ ഇലാഹി, ഗോജരാജാവേ, നെഞ്ചിനുള്ളിൽ നീയാണ്, ദരജപ്പൂ മോളല്ലേ തുടങ്ങി മലയാള മാപ്പിള സംഗീതത്തിന് പകരം വെക്കാനില്ലാത്തതും വിസ്മരിക്കാനാവാത്തതുമായ ഗാനങ്ങൾ സംഭാവന ചെയ്ത ലക്ഷക്കണക്കിന് വേദികളിൽ പ്രശസ്തരും അല്ലാത്തവരുമായ ഗായികാഗായകന്മാർ ഇന്നും ആലപിക്കുന്ന മാപ്പിള സംഗീതത്തിന്റെ പിന്നാമ്പുറക്കാരൻ. 2000 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കേരള മാപ്പിള ഫോക്ലോർ അവാർഡ്, SM കോയ പുരസ്കാരം, ഗൾഫ് മാപ്പിളപ്പാട്ട് അവാർഡ് തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഉപ്പയുടെ പാട്ടുകളും പാട്ടിന്റെ വഴിയുമായി ഒപ്പം തന്നെയുണ്ട് മകൻ താജുദ്ദീൻ വടകരയും. പാട്ടും ചുമന്നൊരാൾ എന്ന പേരിൽ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. കല്യാണ വീടുകളിലൊക്കെ ഒരു കാലത്ത് കുഞ്ഞിമൂസ മാസ്റ്ററുടെ പാട്ടുകളില്ലാണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു. ബദർപ്പാട്ടായാലും കല്യാണപ്പാട്ടായാലും ഒക്കെ അത് അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ് ഉപ്പ. അങ്ങനെ ഏതെങ്കിലും ബദർപ്പാട്ടോ കല്യാണപ്പാട്ടോ ഒക്കെ ഓർമ്മയുണ്ട്? കല്യാണപ്പാട്ടെല്ലാം ഓർമ്മയുണ്ട്. പഞ്ചാര ചിരിചൊരി പെണ്ണേ, മൊഞ്ചുള്ളൊരു മാപ്പിള വന്നേ, ചഞ്ചേല കണ്ണൊളിയുന്നേ, ചെഞ്ചുണ്ടിൽ ബൈത്തുതിരുന്നേ, പടച്ചോനെ ഇവൾക്കിന്ന് കരച്ചേലും പിഴച്ചേലും, ചുടിച്ചും കൊണ്ട് ഇവൾക്കിന്ന് കരച്ചേലും പിഴച്ചേലും, കണ്ട കനി തള്ളി തെറിച്ചിടുന്നേ തെറിച്ചിടുന്നേ. പിന്നെ ഉപ്പാന്റെ വേറെ ഹിറ്റ് പാട്ടുണ്ട്, കളിരസ ചിരിപ്പെണ്ണ. നല്ല നല്ല പാട്ടാ. ഇപ്പോഴും അത് പാടി എല്ലാരും പാടുന്ന പാട്ടാണ്. കളിരസ ചിരിപ്പെണ്ണെ, കരിനീല മഷിക്കണ്ണെ, കണിമോളെ ചിരിയൊന്ന് കിലുകിലുങ്ങും
പുതുതാലിമാല അണിയേണം പല പൊന്ന് മസമിനത്തിരാ 130 മംഗലത്തിനിന്ന് നാളെ കുറിച്ചത് ആശകിശലിൽ നീ പാടടി പാട്ട് ആതൃപ്പത്തിലെ കരൽ വീണമീട്ട് മണിമാരന് കുളിപ്പാട്ട്. എന്ത് മനോഹരമായ വരികളല്ലേ. അതുപോലെ തന്നെ കേരളക്കരയെ ആകെ പാടിയ ഒരു പാട്ടായിരുന്നു ദർജപ്പൂ മോളല്ലേ. ഇന്നും മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പാട്ടുകളിൽ ഒന്നാണത് അല്ലെ. അതിന്റെ 2 വരി ഒന്ന് പാടും. ഈ പാട്ടൊന്നും ഉപ്പാന്റെ അടുത്തുപോലെ എത്തിയിട്ടില്ല, എന്നാലും ഇനി പറഞ്ഞോട് പാടുന്നതാ. ദർജപ്പൂ മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, ദർജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാ. ഉപ്പാന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അത് കുടുംബത്തിൽ എല്ലാരും പാട്ട് പാടും. എല്ലാരും പാടും. അല്ല നമ്മുടെ വീട്ടിലെ പരിപാടിക്കല്ല, നമ്മുടെ വീട്ടിലെല്ലാരും പാടും. നല്ല രസാ. എല്ലാരും നമ്മൾ 8 മക്കളാ, എല്ലാരും അത്യാവശ്യം എല്ലാരും പാടും. താജിക്കാൻ അറിയാൻ പറ്റുള്ളല്ലോ. താജിക്കാണ് ജനകീയമായിട്ട് പോകുന്നത്. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ